സൗഖ്യദായകനായീശോ എഴുന്നള്ളുന്നു. ആത്മസൗഖ്യം നൽകി നാഥൻ അണയും നിദാ. നിന്നുകൊണ്ട് കർത്താവിന്റെ സാന്നിധ്യം ഏറ്റുപറഞ്ഞുകൊണ്ട് അവിടുത്തെ സ്തുതിക്കാം. തിരുമുറിവിൽ നിന്നൊഴുകും ചുടുചോരയിൽ പാപദംശനമേറ്റോരെ സുഖമാക്കുവാൻ ഇറങ്ങിയ ദൈവസൂരോ തിരുവോസ്തിരൂപനായി എഴുന്നള്ളുന്നു. സുരലോകം വിട്ടിറങ്ങിയ ദൈവസൂരോ തിരുവോസ്തിരൂപനായി എഴുന്നള്ളുന്നു. തിരുവോസ്തിയിൽ ഈശോ എഴുന്നള്ളുന്നു. സൗഖ്യദായകനായീശോ എഴുന്നള്ളുന്നു. ആത്മസൗഖ്യം നൽകി നാഥൻ അണയും നിദാ. തിരുവോസ്തിയിൽ ഈശോ എഴുന്നള്ളുന്നു. സൗഖ്യദായകനായീശോ എഴുന്നള്ളുന്നു. ആത്മസൗഖ്യം നൽകി നാഥൻ അണയും നിദാ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഏറ്റുചൊല്ലാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കുർബാനയിൽ ദിവ്യകാരുണ്യമായി സ്നേഹിക്കുന്ന ജീവിത സാന്നിധ്യമായി ഞങ്ങളുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്ന നല്ല ദൈവമേ, മുഴു ഹൃദയത്തോടെ ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. നല്ല ദൈവമേ, അപ്പത്തിൻ്റെ രൂപത്തിൽ അവതരിച്ചുകൊണ്ട് അനന്തമായ അവിടുത്തെ കരുണയിലേക്കും കരകവിയുന്ന അവിടുത്തെ സ്നേഹ ആർദ്രമായ ഹൃദയത്തിലേക്കും നീ ഞങ്ങളെ വിളിക്കുന്നല്ലോ.
നല്ല തമ്പുരാനെ, എമ്മാവൂസിലെ ശിഷ്യന്മാരുടെ ജീവിതത്തിൻ്റെ പരിച്ഛേദമായി ഞങ്ങളുടെ ജീവിതങ്ങളെയും ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അവിശ്വാസത്തിൻ്റെ മാറാല വീണ, അങ്ങയുടെ സാന്നിധ്യം ഗ്രഹിക്കാതെ പോയ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ ഓർത്ത് തിരുമുമ്പിൽ ഞങ്ങൾ കണ്ണുനീരോടെ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അങ്ങ് കൂടെ നടന്നിട്ടും വചനം പങ്കിട്ട് തന്നിട്ടും സ്നേഹം പകർന്നു നൽകിയിട്ടും അങ്ങയെ ഞങ്ങൾ തിരിച്ചറിഞ്ഞില്ല. സമ്പത്തിൻ്റെയും ലോകസുഖങ്ങളുടെയും ആർത്തിയെ ഞങ്ങൾ അഭിരമിച്ചു പോയി. ക്ഷണിക താല്പര്യങ്ങളിലും സുഖഭോഗങ്ങളിലും ഞങ്ങൾ പലപ്പോഴും മുഴുകിപ്പോയി. ജീവിതത്തിൽ പലതും വെട്ടിപ്പിടിക്കാനും സ്വന്തമാക്കാനും ശ്രമിച്ചപ്പോൾ യഥാർത്ഥ സമ്പത്തായ അങ്ങയുടെ സാന്നിധ്യം, അങ്ങാകുന്ന യഥാർത്ഥ ജീവസാന്നിധ്യം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. സന്തോഷവും സമാധാനവും ഞങ്ങൾക്ക് കൈമോശം വന്നു. നല്ല ദൈവമേ, തിരിച്ചു നടക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നീയാണ് യഥാർത്ഥ സ്വത്ത് എന്ന സത്യം ഞങ്ങൾ തിരിച്ചറിയുന്നു. അങ്ങയെ ഞങ്ങൾ തിരുവോസ്തിയിൽ കണ്ടുമുട്ടിക്കൊണ്ട് യഥാർത്ഥ കാഴ്ച അനുഭവിക്കുവാൻ, ആന്തരിക നേത്രങ്ങൾക്ക് തുറവി സ്വീകരിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ചാലും. കർത്താവേ, ലോകസുഖമോഹങ്ങൾ എങ്ങും ഞങ്ങളെ എത്തിക്കുന്നില്ല എന്ന സത്യം ഞങ്ങൾ ഗ്രഹിക്കട്ടെ. സുഖവും സന്തോഷവും ലോകത്തിൻ്റെ മോഹങ്ങളും എന്തുമാത്രം നേടാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അതെല്ലാം നഷ്ടമായി മാറും. അതൊന്നും എനിക്കൊന്നും തരില്ല എന്ന വലിയ തിരിച്ചറിവിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുന്നു. പുണ്യവാനായ ഫ്രാൻസിസ് സേവ്യർ, ഭാരതത്തിൻ്റെ രണ്ടാമത്തെ അപ്പസ്തോലൻ, തിരിച്ചറിഞ്ഞ വലിയ സത്യം, ലോകം മുഴുവനും നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്കെന്ത് പ്രയോജനം? എൻ്റെ കർത്താവേ, എൻ്റെ ആത്മാവിൻ്റെ രക്ഷയാണല്ലോ ഏറ്റവും അമൂല്യമായിട്ടുള്ളത്, ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് നഷ്ടമായി കഴിഞ്ഞാൽ ഞങ്ങൾ നേടുന്നതെല്ലാം അർത്ഥശൂന്യമാണെന്ന് തിരിച്ചറിയുന്നു. ഈ സത്യം നമുക്ക് ഗാനത്തിലൂടെ പാടി ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങാം. ലോകമഖിലം നേടിയെന്നാലും നിന്നാത്മനാശം വന്നു പോയാൽ എന്തു നേടും? മനുഷ്യാനീ ലോകമഖിലം നേടിയെന്നാലും നിന്നാത്മനാശം വന്നു പോയാൽ എന്തു നേടും? ആത്മാവിനു പകരമായി എന്തു നൽകും നീ? ഈ ലോക സമ്പത്തൊന്നു ചേർന്നാൽ തികയുമോ വിലയാ? മനുഷ്യാനീ ലോകമഖിലം നേടിയെന്നാലും നിന്നാത്മനാശം വന്നു പോയാൽ എന്തു നേടും? മനുഷ്യാനീ ലോകമഖിലം നേടിയെന്നാലും നിൻ ആത്മനാശം വന്നു പോയാൽ എന്തു നേടും? ആത്മാവിനു പകരമായി എന്തു നൽകും നീ? ഈ ലോക സമ്പത്തൊന്നു ചേർന്നാൽ തികയുമോ വിലയാ? മനുഷ്യാനീ ലോകമഖിലം നേടിയെന്നാലും നിന്നാത്മനാശം വന്നു പോയാൽ എന്തു നേടും? കർത്താവേ, അങ്ങയെ മറന്ന ഇന്നലകളിൽ ഞങ്ങൾ ധാരാളം കുറവുകളിൽ പെട്ടുപോയി.
യഥാർത്ഥ സന്തോഷവും സമാധാനവും ഞങ്ങൾക്ക് കൈമോശം വന്നു. ദൈവമേ, അങ്ങ് ഞങ്ങളെ അങ്ങേക്ക് വേണ്ടി സൃഷ്ടിച്ചതാണെന്ന സത്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞില്ല. പുണ്യവാനായ അഗസ്തീനോസ്, സഭാപിതാവായ മഹാപുണ്യവാൻ ഞങ്ങളെ പഠിപ്പിക്കുന്ന ഒരു സത്യമുണ്ട്. ദൈവമേ, നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു. നിന്നിൽ വിലയം പ്രാപിക്കുന്നത് വരെ എന്നും എൻ്റെ ഹൃദയം അസ്വസ്ഥമായിരിക്കും. എൻ്റെ ഹൃദയത്തിൻ്റെ അസ്വസ്ഥതകളുടെ കാരണം ഞാൻ തിരിച്ചറിയുന്നു. എൻ്റെ ദുഃഖഭാരങ്ങളും നിരാശയും കുറ്റബോധവും എന്തുകൊണ്ട് എന്ന സത്യം ഞാനിപ്പോൾ തിരിച്ചറിയുന്നു. അങ്ങിൽ ഞാൻ വിലയം പ്രാപിക്കാൻ ശ്രമിച്ചില്ല. അങ്ങേക്ക് ജീവിതത്തിൽ ഒന്നാമത്തെ സ്ഥാനം ഞാൻ നൽകിയില്ല തമ്പുരാനെ. ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും ആദ്യം അന്വേഷിക്കുക, അതോടുകൂടി എല്ലാം ചേർത്ത് നൽകപ്പെടുമെന്നാണല്ലോ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. കർത്താവേ, അങ്ങേക്കിതാ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രഥമ സ്ഥാനം ഈ രാത്രിയിൽ ഞങ്ങൾ തരുന്നു. ഇനി മുതൽ അങ്ങോട്ട് അങ്ങായിരിക്കും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കർത്തൃത്വം ഏറ്റെടുക്കുന്നത്. അവിടുന്നായിരിക്കും ഞങ്ങളുടെ നാഥനും രക്ഷകനുമെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ദൈവമേ, നമുക്ക് ഏറ്റുചൊല്ലാം. കർത്താവേ, നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു. നിന്നിൽ വിലയം പ്രാപിക്കുന്നത് വരെ എന്നും എൻ്റെ ഹൃദയം അസ്വസ്ഥമായിരിക്കും. കർത്താവേ, നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു. നിന്നിൽ വിലയം പ്രാപിക്കുന്നത് വരെ എന്നും എൻ്റെ ഹൃദയം അസ്വസ്ഥമായിരിക്കും. കർത്താവേ, നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു. നിന്നിൽ വിലയം പ്രാപിക്കുന്നത് വരെ എന്നും എൻ്റെ ഹൃദയം അസ്വസ്ഥമായിരിക്കും. കർത്താവേ, ഞാൻ തിരികെ നടക്കുന്നു. തിരുസന്നിധിയിലേക്ക് ഞാൻ മടങ്ങി വരുന്നു. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ വിശുദ്ധ കുർബാനയിൽ കണ്ണു തുറക്കപ്പെട്ടവരായി അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ച് തിരികെ നടന്നല്ലോ. തിരുസാന്നിധ്യത്തിൻ്റെ ഇടത്തിലേക്ക്, ദൈവമേഖലയിലേക്ക് ഞങ്ങൾ തിരികെ നടക്കുന്നു. തമ്പുരാനെ, മുഴുഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ ഓർത്ത് സ്തുതിക്കുന്നു. എന്തുമാത്രം അനുഗ്രഹങ്ങളും കൃപകളുമാണ് ദൈവമേ നീ ചൊരിഞ്ഞിട്ടുള്ളത്. ഈ കൃപകൾക്കെല്ലാം നന്ദി പറയുന്നു. കർത്താവ് നമ്മുടെ മേൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ഓർക്കാം. എണ്ണിയാൽ തീരാത്ത വിധമുള്ള അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ ചൊരിഞ്ഞിട്ടുണ്ട്. ജനിച്ച നാൾ മുതലെന്നല്ല, അമ്മയുടെ ഉദരത്തിൽ രൂപം കൊള്ളുന്നതിന് മുമ്പ് തന്നെ എന്നെ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ ദൈവം, ഉള്ളം കയ്യിൽ പേരെഴുതി സൂക്ഷിച്ചിരുന്ന എൻ്റെ ദൈവം, പെറ്റമ്മ മറന്നാലും ഒരിക്കലും മറക്കില്ലെന്ന് ഉറപ്പ് നൽകി കരുതലോടുകൂടി എന്നെ ആശ്ലേഷിക്കുന്ന എൻ്റെ പൊന്നു തമ്പുരാൻ, മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ അവിടുന്ന് എന്നെ കണ്ടെത്തി വാരിയെടുത്ത് ആശ്ലേഷിച്ചു കണ്ടിലുണ്ണിയായി പരിചരിക്കുന്ന അവിടുത്തെ ജീവിക്കുന്ന സാന്നിധ്യം, എൻ്റെ ദൈവമേ, എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് അവിടുന്ന് ചൊരിഞ്ഞിട്ടുള്ളത്. അനുഗ്രഹങ്ങളെല്ലാം ഓർത്തുകൊണ്ട് നമുക്ക് നന്ദി പറയാം. നന്ദി പറഞ്ഞുകൊണ്ട് അവിടുത്തെ സ്തുതിക്കാം. ഇന്നലകളിലും ഇന്നും ഇപ്പോഴും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളോർത്ത് കരമുയർത്തി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. യേശുവേ നന്ദി, കർത്താവേ സ്തോത്രം. ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവേ, നീ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്കെല്ലാം എണ്ണി എണ്ണി നന്ദി പറയുന്നു. ദൈവമേ നന്ദി, കർത്താവേ സ്തോത്രം. ദൈവമേ നന്ദി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവായ ഈശോയെ, ജനിച്ച നാൾ മുതൽ ഇന്ന് വരെയും ചൊരിയുന്ന എല്ലാ കൃപകളും ഓർത്ത് നന്ദി പറയുന്നു. അനുഗ്രഹങ്ങൾ സമൃദ്ധമായി ചൊരിയുന്ന ദൈവമേ, ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. നീ ചൊരിയുന്ന കൃപകൾക്കെല്ലാം നന്ദി കർത്താവേ. ഈശോയെ നന്ദി കർത്താവേ സ്തോത്രം. ദൈവമേ നന്ദി. ആത്മീയവും ഭൗതികവുമായി അവിടുന്ന് ഞങ്ങളുടെ മേൽ കൃപ ചൊരിയുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ. അവിടുത്തെ ഉള്ളം കയ്യിൽ കാത്തു പരിപാലിക്കുന്ന, കരുതലോടെ കടാക്ഷിക്കുന്ന, ഹൃദയത്തിൽ ഞങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന, ഉള്ളം കയ്യിൽ ഞങ്ങളെ പേരെഴുതി സൂക്ഷിക്കുന്ന നിന്റെ വലിയ സ്നേഹം ഞങ്ങൾ ഏറ്റുപറയുന്നു. ഈശോയെ നന്ദി കർത്താവേ സ്തോത്രം. നീ നൽകിയ സ്നേഹിക്കുന്നവരെയും പ്രിയപ്പെട്ടവരെയും ഓർത്ത് നന്ദി പറയുന്നു. മാതാപിതാക്കളെ ഓർത്ത് നന്ദി പറയുന്നു. സുഹൃത്തുക്കളെയും സഹോദരങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു.
ഗുരുക്കന്മാരെയും ശിക്ഷഗണങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളെ ഒരുപക്ഷെങ്കിൽ വെറുക്കുന്നവരെയും ഓർത്ത് നന്ദി പറയുന്നു. ഉപദ്രവിച്ചവരെയും വേദനിപ്പിച്ചവരെയും ഓർത്ത് നന്ദി പറയുന്നു. കൂടവസിക്കുന്നവരെയും സഹചാരികളെയും ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങൾ ജീവിക്കുന്ന മേഖലകളിൽ ഞങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാ വ്യക്തികളെയും ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ അയൽവക്കക്കാരെയും സഹവാസികളെയും ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് നീ ദാനമായി നൽകിയ എല്ലാ കൃപകളും ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ നന്ദി. കർത്താവേ സ്തുതി. അങ്ങ് നൽകിയ ആരോഗ്യത്തിന് നന്ദി പറയുന്നു. ബുദ്ധിശക്തികൾക്ക് നന്ദി പറയുന്നു. കർത്താവേ, നീ നൽകിയ സ്വരത്തെ ഓർത്ത് നന്ദി പറയുന്നു. ആരോഗ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, നൽകിയ കൃപാവരങ്ങൾക്കെല്ലാം നന്ദി പറയുന്നു. ബുദ്ധിയും മനസ്സും ആത്മാവും ഒക്കെ നൽകി അവിടുന്ന് ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും നന്ദി പറയുന്നു. കർത്താവേ, പാപത്തിന്റെ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുവാനുള്ള കൃപ നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, പാപത്തെ ഉപേക്ഷിക്കുവാൻ തീരുമാനമെടുക്കാൻ അവിടെ തന്നെ അനുവദിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഉച്ചസ്വരത്തിൽ നമുക്ക് സ്തുതിക്കാം. യേശുവേ നന്ദി. കർത്താവേ സ്തോത്രം. ദൈവമേ നന്ദി. കർത്താവേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ നന്ദി. കർത്താവേ സ്തോത്രം. പിതാവേ നന്ദി പറയുന്നു. പിതാവേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കുന്ന പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപകൾ വർഷിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവമേ ഈശോയെ നന്ദി. കർത്താവേ സ്തോത്രം. ദൈവമേ നന്ദി. ഈശോയെ സ്തുതി. നന്ദി. കർത്താവേ സ്തോത്രം. ദൈവമേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. അളവില്ല സ്നേഹത്തിനാ നന്ദി, നന്ദി നാഥാ. അളവില്ല സ്നേഹത്തിനാ ശബ്ദമായി കർത്താവിൻ്റെ സ്നേഹ സാന്നിധ്യം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ഒരിക്കൽ കൂടി തിരുവോസ്തിയിലേക്ക് തന്നെ നമുക്ക് മനസ്സും ഹൃദയവും ഉറപ്പിച്ചു നിർത്താം. എന്തുമാത്രം വലിയ അനുഗ്രഹമാണ് കർത്താവ് എനിക്ക് നൽകിയിരിക്കുന്നത്. അവർണ്ണനീയമായി ദാനത്തെ ഓർത്ത് കർത്താവേ അങ്ങേക്ക് സ്തുതി. വിശുദ്ധ കുർബാന എന്ന ഈ മഹാദാനത്തെ ഓർത്ത് കർത്താവേ അങ്ങേക്ക് സ്തുതി. എൻ്റെ ദൈവമേ, ജനിച്ച നാള് മുതൽ ഇന്ന് വരെ ഉള്ളം കയ്യിൽ പരിപാലിക്കുന്ന അവിടുന്ന് തിരുവോസ്തിയായി ഇതാ എൻ്റെ മുമ്പിൽ എന്നെ സ്വന്തമാക്കാൻ വേണ്ടി എൻ്റെ സൃഷ്ടാവും രക്ഷകനും പരിപാലകനുമായ പരമ്പൊരുൾ അപ്പത്തിൻ്റെ രൂപത്തിൽ വെറുമയായി എൻ്റെ ഹൃദയത്തിലേക്ക് ചുരുങ്ങിക്കൂടാൻ തയ്യാറായി കാത്തു നിൽക്കുന്നു. അനന്ത സ്നേഹമേ, അവാച്യമായ ആർദ്രതയെ, കരുണയുടെ നിറയാത്ത ഒരിക്കലും തീരാത്ത കരുണയുടെ ഉറവിടമേ, തമ്പുരാന്റെ വലിയ സ്നേഹത്തിൻ്റെ മുമ്പിലും ഔദാര്യത്തിൻ്റെ മുമ്പിലും നമുക്ക് നമ്മുടെ പാപങ്ങളൊന്ന് ഇറക്കി വെക്കാം. എന്തുമാത്രം തെറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, മാപ്പ് ചോദിക്കാം. ഹൃദയപൂർവ്വം മാപ്പ് ചോദിക്കാം. ചിന്തയിലൂടെ, വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ വന്നുപോയ എല്ലാ തെറ്റുകൾക്കും മാപ്പ് ചോദിച്ച് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് കരുണയുള്ളവനാണ്, കരകവിയുന്ന കാരുണ്യമുള്ളവനാണ്. അവിടുന്ന് നമ്മുടെ സകല പാപങ്ങളും ക്ഷമിച്ച് പുതിയ ഒരു ജീവിതത്തിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തും.
കരുണയ്ക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കാം. നമുക്ക് കരുണാമയ കനിയേണമേ, ദൈവപിതാവേ കനിയേണമേ, കരുണയായിരിക്കണമേ, ദാസരിൽ കരുണയായിരിക്കണമേ. കരുണാമയ കനിയേണമേ, ദൈവപിതാവേ കനിയേണമേ, കരുണയായിരിക്കണമേ, ദാസരിൽ കരുണയായിരിക്കണമേ. കരുണാമയ കനിയേണമേ, ദൈവപിതാവേ കനിയേണമേ, കരുണയായിരിക്കണമേ, ദാസരിൽ കരുണയായിരിക്കണമേ. സ്നേഹം കൊടുക്കേണ്ടവർക്ക് സ്നേഹം കൊടുക്കാതിരുന്നത്, വിശ്വസ്തയോടെ പെരുമാറാതിരുന്നത്, ഭാര്യ എന്ന നിലയിൽ, ഭർത്താവ് എന്ന നിലയിൽ, അപ്പനെന്ന നിലയിൽ, മക്കളെന്ന നിലയിൽ, അമ്മയെന്ന നിലകളിലൊക്കെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാതെ പോയതിന്, മനസ്സിൽ വെറുപ്പും ശത്രുതയും സൂക്ഷിച്ചുകൊണ്ടിരുന്നതിന്, അയൽവക്ക ബന്ധങ്ങൾ അറുത്തുമാറ്റിയതിന്, സഹോദരങ്ങളെ ഹൃദയത്തിൽ നിന്നും പടിയടച്ചതിന്, പലരോടും വെറുപ്പോടുകൂടി പെരുമാറിയതിന്, ചെയ്യാവുന്ന നന്മകളൊക്കെ ചെയ്യാതെ സ്വാർത്ഥ താല്പര്യങ്ങളിൽ മുഴുകിപ്പോയതിന്, സ്നേഹത്തിൻ്റെ ജീവിതം ഉപേക്ഷിച്ച് എൻ്റെ തന്നിഷ്ടങ്ങളിലൂടെ യാത്ര ചെയ്തതിന്, അരുതാത്ത പലതും ചിന്തിച്ചു കൂട്ടിയതിന്, പാപത്തിൻ്റെ മേഖലകളിലൂടെ യാത്ര ചെയ്തതിന്, ധനത്തിൻ്റെ ആസക്തികളിൽ പെട്ടുപോയതിന്, വൈകാരിക സുഖങ്ങളിൽ അഭിരമിച്ചു പോയതിന്, ജഡത്തിൻ്റെ വ്യാപാരങ്ങളിൽ പെട്ടുപോയതിന്, എൻ്റെ സ്വകാര്യ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചതിന്, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി തീർന്നതിന്, പ്രാർത്ഥിക്കുവാൻ, തമ്പുരാൻ ഒന്നാം സ്ഥാനം കൊടുക്കുവാൻ ശ്രദ്ധിക്കാതെ പോയതിന്, എല്ലാത്തിനും നമുക്ക് മാപ്പ് ചോദിക്കാം. അവരനോട് കരുതലോടെ പെരുമാറേണ്ട സമയത്ത് കണ്ണടച്ച് കടന്നുപോയതിന്, എൻ്റെ ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ മുറിവേറ്റവർ പലരും ഉണ്ടായിരുന്നിട്ടും ആരെയും തിരിച്ചറിയാതെ ഞാൻ കണ്ണടച്ച് നടന്നു നീങ്ങിയതിന് എല്ലാം മാപ്പ് ചോദിക്കാം. കുടുംബം മുതൽ അങ്ങോട്ട് പ്രവർത്തന മേഖലകളിലൂടെ നമുക്ക് യാത്ര ചെയ്ത് തെറ്റുകൾ കണ്ടെത്തി കർത്താവേ കരുണയായിരിക്കണമേ എന്ന് ഒരിക്കൽ കൂടി പാടാം. കരുണാമയ കനിയേണമേ, ദൈവപിതാവേ കനിയേണമേ, കരുണയായിരിക്കണമേ, ദാസരിൽ കരുണയായിരിക്കണമേ. കരുണാമയ കനിയേണമേ, ദൈവപിതാവേ കനിയേണമേ, കരുണയായിരിക്കണമേ, ദാസരിൽ കരുണയായിരിക്കണമേ. എമ്മാവൂസ് ശിഷ്യന്മാരെ പോലെ അവരുടെ ജീവിതത്തിൻ്റെ കണ്ടെത്തലിൻ്റെ വഴികളിലേക്ക് നമുക്കും തിരിച്ചു ചെല്ലാം. കർത്താവ് കൂടെ വസിക്കുമ്പോഴാണ് നമുക്കതെല്ലാം സാധ്യമാകുന്നത്. കർത്താവിനെ തങ്ങളുടെ ജീവിതത്തിലേക്ക്, തങ്ങളുടെ വേദനകളിലേക്ക്, നൊമ്പരങ്ങളിലേക്ക്, തങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് അവർ ക്ഷണിച്ചപ്പോൾ അവിടുന്ന് വെളിച്ചമായി കടന്നു വന്നു. ആന്തരിക നേത്രങ്ങൾക്ക് തുറവി കൊടുത്തവരെ അനുഗ്രഹിച്ചു എന്നുള്ളതാണ് സത്യം. പരിശുദ്ധ പിതാവിൻ്റെ ശ്രദ്ധേയമായ അപ്പസ്തോലിക പ്രബോധനം എവാങ്കലി ഗൗദിയും, അതിൽ പരിശുദ്ധ പിതാവ് പറഞ്ഞു വെക്കും, സുവിശേഷത്തിൻ്റെ സന്തോഷം അനുഭവിക്കണമെങ്കിൽ കർത്താവിനെ കണ്ടുമുട്ടണം. കർത്താവിനെ കണ്ടുമുട്ടുന്നവരുടെ സന്തോഷം അവരിൽ നിന്ന് എടുത്തു മാറ്റുവാൻ ലോകത്തിൻ്റെ ഒരു ശക്തിക്കും സാധ്യമല്ല. വേദനകൾക്കും ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ആകുലതകൾക്കും യാതനകൾക്കും കഷ്ടപ്പാടുകൾക്കും സാമ്പത്തിക ബാധ്യതകൾക്കും ഒന്നും എൻ്റെ ഉള്ളിൽ ഞാൻ കണ്ടുമുട്ടുന്ന കർത്താവ് നൽകുന്ന സുവിശേഷത്തിൻ്റെ സന്തോഷം എടുത്തു മാറ്റാൻ സാധ്യമല്ല.
കർത്താവേ, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ, നാഥ കടന്നു വരണമേ എന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് വലിയ ആഗ്രഹത്തോടെ, തീഷ്ണതയോടെ, ഭക്തിപൂർവം കരങ്ങളടിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ചേർന്ന് പാടാം. കൂടെ വസിക്കണമേ, നാഥാ കൂടെ വസിക്കണമേ, ആഗ്രഹിച്ചു പാടാം. നാഥാ കൂടെ വസിക്കണമേ, നാഥാ കൂടെ വസിക്കണമേ, സന്തോഷത്തോടെ പാടാം. നാഥാ കൂടെ വസിക്കണമേ, നാഥാ കൂടെ വസിക്കണമേ, വലിയ സ്നേഹത്തോടെ പാടാം. കൂടെ വസിക്കണമേ, നാഥാ 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 കൂടെ വസിക്കണമേ. ഇരുൾ വീടും വേദിയിൽ ഒളിത്തൂകും ദീപമായി, നാഥാ കൂടെ വസിക്കണമേ, നാഥാ കൂടെ വസിക്കണമേ, കുരിശിന്റെ പാതയിൽ തളരാതെ നീങ്ങുവാൻ, നാഥാ കൂടെ വസിക്കണമേ, നാഥാ കൂടെ വസിക്കണമേ. സഹനത്തിന്റെ വഴികളിൽ ഒരിക്കലും ഇടറാതിരിക്കുവാൻ, കരം പിടിച്ചുകൊണ്ട് നടക്കുവാൻ, കർത്താവിനോടൊപ്പമായിരിക്കുവാൻ വലിയ ആഗ്രഹത്തോടെ, സ്നേഹത്തോടെ, സന്തോഷത്തോടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നാടി ഉറപ്പമായി ചൊരിയുന്ന ചോരയായി, നാഥാ കൂടെ വസിക്കണമേ, നാഥാ കൂടെ വസിക്കണമേ, സഹനത്തിൻ വേളയിൽ ആശ്വാസമേകുവാൻ, നാഥാ കൂടെ വസിക്കണമേ, നാഥാ കൂടെ വസിക്കണമേ, സഹനത്തിൻ വേളയിൽ ആശ്വാസമേകുവാൻ, നാഥാ കൂടെ വസിക്കണമേ, നാഥാ കൂടെ വസിക്കണമേ. സന്തോഷത്തോടെ, കുറെ കൂടി സ്നേഹത്തോടെ നമുക്ക് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് നാഥ കൂടെ വസിക്കണമേ എന്ന് തീഷ്ണമായി പ്രാർത്ഥിക്കാം. പുലർക്കാല സൂര്യനായി ചിരിതൂകും ചന്ദ്രനായി, നാഥാ കൂടെ വസിക്കണമേ, നാഥാ കൂടെ വസിക്കണമേ, അലിവേറും സ്നേഹമായി അലയാഴി പോലെയൻ, നാഥാ കൂടെ വസിക്കണമേ, നാഥാ കൂടെ വസിക്കണമേ, അലിവേറും സ്നേഹമായി അലയാഴി പോലെയൻ, നാഥാ കൂടെ വസിക്കണമേ, നാഥാ കൂടെ വസിക്കണമേ, നാഥാ കൂടെ വസിക്കണമേ, നാഥാ കൂടെ വസിക്കണമേ, നാഥാ കൂടെ വസിക്കണമേ,
ഇനിയുള്ള എൻ്റെ ജീവിതം കർത്താവിനോടൊപ്പം. അണുവിട അവിടുത്തെ വചനത്തിൽ നിന്നും വ്യതിചലിക്കാതെ ഒരു പുതിയ ജന്മം. എൻ്റെ ആന്തരിക നേത്രങ്ങൾക്ക് തുറവി തന്ന തമ്പുരാനോടൊപ്പം, അവിടുത്തെ തിരുസഭയോടൊപ്പം, അപ്പസ്തോലിക കൂട്ടായ്മയോടൊപ്പം ഒരു പുതിയ ജീവിതം. തിരുസഭയെ സ്നേഹിച്ചുകൊണ്ടൊരു ജീവിതം. ദൈവത്തിൻ്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ടും ഉത്തരം നൽകാൻ മറ്റുള്ളവരെ പ്രേരിപ്പിച്ചുകൊണ്ടും ഒരു ജീവിതം. പരിശുദ്ധമായ ദൈവവിളികൾ പൗരോഹിത്യത്തിലേക്കും സന്യാസത്തിലേക്കും വിശുദ്ധമായ ആത്മായ സമർപ്പണത്തിലേക്കുമുള്ള നല്ല ദൈവവിളികൾ കുടുംബത്തിലുണ്ടാകാൻ ആഗ്രഹിക്കണം. അതിനുവേണ്ടി തീഷ്ണമായി പ്രാർത്ഥിക്കണം. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളും നമുക്ക് ഈ സമയം സമർപ്പിക്കാം. ആഗ്രഹങ്ങളും പ്രതീക്ഷകളും സ്വപ്നങ്ങളും എല്ലാം തമ്പുരാന്റെ പാദാന്തികത്തിൽ വിട്ടുകൊടുക്കാം. ഏറ്റവും നല്ലത് മാത്രം അവിടുന്ന് നമുക്ക് തരും. പിതാവിന് മക്കൾക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് മറ്റാരേക്കാളും അറിയാവുന്നത് പോലെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് എൻ്റെ ആവശ്യങ്ങൾ എന്നേക്കാളും ഉപരി മറ്റാരേക്കാളും ഉപരി അറിയുന്നു. ആ പിതാവിൻ്റെ മുമ്പിലേക്ക്, ദിവ്യകാരുണ്യനാഥന്റെ സ്നേഹത്തിന്റെ മുമ്പിലേക്ക് കണ്ണുനീരോടുകൂടി നമ്മുടെ ആവശ്യങ്ങൾ ഈ സമയത്ത് ഇറക്കി വയ്ക്കാം. വ്യക്തിപരമായി നമുക്ക് എന്തും ചോദിക്കാമല്ലോ. കർത്താവ് കൂടെയുള്ളപ്പോൾ, അവിടുത്തെ കൂടെ ഞാൻ ആയിരിക്കുമ്പോൾ, മകനെടുത്ത മകൾക്കെടുത്ത സ്വാതന്ത്ര്യത്തോടെ എന്തും ആ അപ്പനോട് ചോദിക്കാം. നമ്മുടെ കണ്ണുനീരു കാണുന്ന ദൈവം, നമ്മുടെ നിലവിളി കേൾക്കുന്ന ദൈവം ഉത്തരം നൽകുന്നവനാണ്. വേദനകള്, രോഗങ്ങള്, സങ്കടങ്ങള്, നീറുന്ന പ്രശ്നങ്ങള്, വലിയ പ്രതിസന്ധികള്, കടക്കണികള്, കഷ്ടപ്പാടുകള്, ദുഃഖദുരിതങ്ങള്, സ്നേഹിക്കാൻ പറ്റാത്ത വല്ലാത്ത വെറുപ്പിന്റെ അനുഭവങ്ങള്, അകന്നു പോകണമേ എന്ന് ആഗ്രഹിക്കുന്ന പല ദുർഗുണങ്ങളും എല്ലാം കർത്താവിന്റെ തിരുമുമ്പിലേക്ക് നമുക്ക് ഇറക്കി വയ്ക്കാം. അവിടുത്തെ തിരുമുമ്പിലേക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം. എൻ്റെ ദൈവമേ, നാളുകളായിട്ട് അകന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്ന പാപത്തിന്റെ ചില പ്രവണതകൾ എന്നിൽ രൂഢമൂലമായിരിക്കുന്നത് അവിടുന്ന് പറിച്ചു കളയണമേ തമ്പുരാനെ. അസൂയയുടെ, വെറുപ്പിന്റെ, ജഡിക മോഹങ്ങളുടെ, അഹങ്കാരത്തിന്റെ എല്ലാ തിന്മകളും അടിസ്ഥാനങ്ങളും അവിടുന്ന് എടുത്തു മാറ്റട്ടെ. കർത്താവിന്റെ സന്നിധിയിലേക്ക് വിട്ടുകൊടുക്കാം. തഴക്കദോഷങ്ങളുള്ളവര് തഴക്കദോഷങ്ങളൊക്കെ കർത്താവിന്റെ തിരുമുമ്പിലേക്ക് കണ്ണുനീരോടുകൂടിയും ആഗ്രഹത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയും സമർപ്പിക്കുക. അവിടുന്ന് അതെല്ലാം എടുത്തു മാറ്റി എന്നെ അനുഗ്രഹിക്കും, എന്നെ വിമോചനത്തിലേക്ക് നയിക്കും, പുതിയൊരു പ്രകാശത്തിലേക്കും സന്തോഷത്തിലേക്കും കർത്താവ് വഴി നടത്തും. ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി ആദ്യം ആഗ്രഹിക്കണം. ദൈവത്തിന്റെ രാജ്യം അവിടുത്തെ നീതിയും ആദ്യം അന്വേഷിക്കുവാൻ ആവശ്യപ്പെട്ട കർത്താവിന്റെ മുമ്പിൽ ആത്മീയ കാര്യങ്ങൾ നമുക്ക് ആദ്യം പറഞ്ഞു വെക്കാം. കർത്താവേ, സ്നേഹിക്കുവാനുള്ള കൃപ നൽകണമേ, ക്ഷമിക്കുവാനുള്ള ശക്തി നൽകണമേ, നന്മ ചെയ്യുവാനുള്ള തീക്ഷ്ണത നൽകണമേ, വിശ്വസ്തരായിരിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ. തമ്പുരാനെ, നിന്നെ അറിഞ്ഞ് സ്നേഹിച്ച് ജീവിക്കുവാൻ, എന്നും നിന്നോടൊപ്പമായിരിക്കുവാനുള്ള കൃപ നൽകണമേ. പരിശുദ്ധ കുർബാനയിൽ സജീവമായി മുടങ്ങാതെ പങ്കെടുക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ. പരിശുദ്ധ കുർബാനയിലെ അങ്ങയുടെ സാന്നിധ്യം ഹൃദയത്തിൽ അനുഭവിച്ചറിയുവാനുള്ള കൃപ നൽകണമേ. ദൈവവചനം വായിച്ച് ധ്യാനിക്കുവാനും ഹൃദയം ജ്വലിക്കുവാനുമുള്ള കൃപ നൽകണമേ. ആത്മാവിന്റെ വരദാനങ്ങളാൽ എളിയവനായി എന്നെ നിറയ്ക്കണമേ. ജ്ഞാനത്തിന്റെ വരം നൽകണമേ, വിവേകത്തിന്റെ വരം നൽകണമേ, രോഗശാന്തിയുടെ വരം നൽകണമേ. അവിടുത്തെ കൃപകൾ, ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കാം. ദൈവമേ, എന്നും സന്തോഷത്തോടെ ആയിരിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. ഒത്തിരി നിരാശയും കുറ്റബോധവും അസ്വസ്ഥതകളും എന്നെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. കാരണങ്ങളില്ലാത്ത വിധം ചിലപ്പോൾ ഞാൻ സങ്കടത്തിൽ മുഴുകുന്നു.
വല്ലാത്ത വിഷാദം ചിലപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വന്ന് നിറയുന്നു. സുവിശേഷത്തിൻ്റെ നിത്യമായ ആനന്ദത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കണമേ. അങ്ങയെ കണ്ടുമുട്ടിയ സന്തോഷം എന്നും എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുവാനുള്ള കൃപ നൽകിയാലും ആ സന്തോഷം ഒരിക്കലും എടുത്തു മാറ്റാത്ത വിധം അവിടുത്തോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ ഈശോയെ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എനിക്ക് നൽകണമേ. കർത്താവേ, അവിടുന്ന് നൽകിയ ഏറ്റവും വലിയ ദാനമാണല്ലോ, ഏറ്റവും വലിയ വാഗ്ദാനമാണല്ലോ പരിശുദ്ധാത്മാവ്. കർത്താവേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ എന്നിലേക്ക് വർഷിക്കണമേ. തീഷ്ണമായി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ പരിശുദ്ധാത്മാവിനെ എന്നിലേക്ക് നയിക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ ഭൗതികമായ ആഗ്രഹങ്ങളും രോഗശാന്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും ഭൗതിക ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ, കണ്ണുനീര് എല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. എല്ലാം കാണുന്ന ദൈവം എല്ലാത്തിനും അനുഗ്രഹം നൽകും. ദിവ്യകാരുണ്യത്തിന്റെ സ്നേഹം അനുഭവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ സന്നിധിയിൽ മുട്ടുകുത്തി ഒരു ഗാനം ആലപിക്കാം. കരങ്ങൾ ദിവ്യകാരുണ്യനാഥനിലേക്ക് നീട്ടി. ജീവിതത്തിൽ ആ ദിവ്യ പ്രകാശത്താൽ എന്നാത്മനയനങ്ങൾ തുറന്നിടണേ. നിൻമുഖം ദർശിക്കാൻ ദിവ്യകാരുണ്യനാഥ, നിൻ ദിവ്യ പ്രകാശം, ദിവ്യകാരുണ്യനാഥ, നിൻ ദിവ്യ പ്രകാശം തൂകണമേ എൻ ജീവിതത്തിൽ. ആ ദിവ്യ പ്രകാശത്താൽ എന്നാത്മനയനങ്ങൾ തുറന്നിടണേ. നിൻ മുഖം ദർശിക്കാൻ. ദൈവത്തോടൊപ്പം ആയിരുന്നവൻ ദാസന്റെ രൂപം ധരിച്ചു. ദൈവത്തോടൊപ്പം ആയിരുന്നവൻ ദാസന്റെ രൂപം ധരിച്ചു. നമ്മോടൊപ്പം ആയിരിക്കുവാൻ അപ്പമായി ഭൂവിൽ ഇറങ്ങി വന്നു. നമ്മോടൊപ്പം ആയിരിക്കുവാൻ അപ്പമായി ഭൂവിൽ ഇറങ്ങി വന്നു. ദിവ്യകാരുണ്യനാഥ, നിൻ ദിവ്യ പ്രകാശം, ദിവ്യകാരുണ്യനാഥ, നിൻ ദിവ്യ പ്രകാശം തൂകണമേ എൻ ജീവിതത്തിൽ. ആ ദിവ്യ പ്രകാശത്താൽ എന്നാത്മനയനങ്ങൾ തുറന്നിടണേ. നിൻ മുഖം ദർശിക്കാൻ ദിവ്യകാരുണ്യനാഥ, നിൻ ദിവ്യ പ്രകാശം. ഒരിക്കൽ കൂടി നമ്മളെ പൂർണ്ണമായിട്ടും കർത്താവിൻ്റെ പാദാന്തികത്തിൽ സമർപ്പിക്കാം. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മളെ കാണുന്ന തമ്പുരാൻ,
അകംപുറം മുഴുവനായി തിരിച്ചറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ ഹൃദയം ചേർത്ത് വയ്ക്കാം. ഈ നിശബ്ദതയിൽ ഈശോ എന്നോട് സംസാരിക്കുന്നുണ്ട്. വ്യക്തിപരമായിട്ട് അവിടുന്ന് എൻ്റെ ഹൃദയത്തെ സ്പർശിക്കുന്നുണ്ട്. എൻ്റെ കുടുംബത്തെ അവിടുന്ന് സ്പർശിക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങൾ അവിടുന്ന് എന്നോട് സംസാരിക്കുന്നുണ്ട്. ഒരു പ്രത്യേക തിന്മ, പാപത്തിൻ്റെ ഒരവസ്ഥ എൻ്റെ ജീവിതത്തിൽ നിന്നും എടുത്തു മാറ്റണം എന്ന് ഈശോ പറയുന്നുണ്ട്. അതേതാണെന്ന് കണ്ടെത്തി ഈശോയുടെ കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കുക. ഒരു പ്രത്യേക സുകൃതം നിന്റെ ജീവിതത്തിൽ നീ പാലിക്കണം എന്ന് ഈശോ പറയുന്നുണ്ട്. അതെന്താണെന്ന് തിരിച്ചറിയുക. ഒരു വ്യക്തമായ തീരുമാനം ഇന്ന് എടുക്കണം എന്ന് ഈശോ പറയുന്നുണ്ട്. എന്താണെന്ന് തിരിച്ചറിയുക. മകനെ, മകളെ, നിനക്കൊരു കാര്യം കുറവുണ്ട്. നീ അത് തിരിച്ചറിയുക. ഒരു പുതിയ തീരുമാനം ഇന്ന് ഈ രാത്രിയിൽ നീ എടുക്കുക. എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നുവെന്ന് ഞാൻ പറയുമ്പോഴും പത്രോസിനെ പോലെ ഞാൻ ആവർത്തിച്ച് പറയുന്നു, എൻ്റെ കർത്താവേ, എല്ലാം നീ അറിയുന്നുണ്ടല്ലോ. ഞാൻ പാപിയാണെന്നും ബലഹീനയാണെന്നും എല്ലാം നീ അറിയുന്നു. എന്നെ മുഴുവനായി ഞാൻ സമർപ്പിക്കുന്നു കർത്താവേ, പൂർണ്ണമായി സമർപ്പിക്കുന്നു. നമുക്കെല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് സമ്പൂർണമായിട്ട് കർത്താവിന് സമർപ്പിക്കാം. ഒന്നും നമ്മുടേതായിട്ട് മാറ്റിവെക്കാതെ എല്ലാം കർത്താവിന് വിട്ടുകൊടുത്തുകൊണ്ട്, നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും മുഴുവൻ വിട്ടുകൊടുത്തുകൊണ്ട് സമർപ്പണത്തിൻ്റെ ഏതാനും ഈരടികൾ നമുക്കൊന്ന് ആലപിക്കാം. സമർപ്പണം ചെയ്തിടും യേശുവേ, മനവും ഹൃദയവും അങ്ങേക്കിതാ. സമർപ്പണം ചെയ്തിടും യേശുവേ, മനവും ഹൃദയവും അങ്ങേക്കിതാ. നാഥാ സ്വീകരിക്കൂ, എന്നെ സ്വീകരിക്കൂ. നിന്റേതായി തീർത്തിടുവാൻ കനിയൂ, നിന്റേതായി തീർത്തിടുവാൻ കനിയൂ. കർത്താവിൻ്റെ ആശീർവാദത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. ഈ സമയം ലോകത്തിന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പേരിൽ പീഡനം അനുഭവിക്കുന്ന സഹോദരങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവരും ഞാനും തമ്മിലൊരു വലിയ ബന്ധമുണ്ടെന്ന് ഓർത്തിരിക്കുക. എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ് അവരും, തിരുസഭയുടെ ഭാഗമാണ്. നാനാജാതി മതസ്ഥര്, വേദനിക്കുന്നവർ, രോഗികളായിട്ടുള്ളവർ മറുവശത്ത്, ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, തടവറയിൽ കഴിയുന്നവർ, തെരുവിൽ അലയുന്നവർ, അവരെയെല്ലാം ഈശോയുടെ ദിവ്യകാരുണ്യനാഥൻ്റെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് വിട്ടുകൊടുക്കാം. പീഡനം അനുഭവിക്കുന്നവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി പ്രാർത്ഥിക്കാം. പീഡിപ്പിക്കപ്പെടുന്നവർ, പീഡനം നൽകുന്ന പീഡകരെ മനസാന്തരത്തിലേക്ക് നയിക്കാനും, സത്യബോധത്തിലേക്ക് നയിക്കാനും, തിരിച്ചറിവുകളിലേക്ക് നയിക്കാനും നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തെ മുഴുവനും, തിരുസഭയെ മുഴുവനും, എല്ലാ വൈദികരെയും സന്യസ്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അൽമായ പ്രേക്ഷിതരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. തിരുസഭാ മേലധ്യക്ഷന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ മാർപ്പാപ്പായെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.
നമുക്ക് കരങ്ങൾ ഉയർത്തി എല്ലാം കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് ഉച്ച സ്വരത്തിൽ കർത്താവിനെ സ്തുതിക്കാം. യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു കർത്താവേ. അവിടുത്തെ വലിയ കൃപകൾക്കായി നന്ദി പറയുന്നു കർത്താവേ. അനുഗ്രഹിക്കണമേ യേശു. എന്റെ ജീവിതം മുഴുവനും അങ്ങേ പാദാന്തികത്തിൽ സമർപ്പിക്കുന്നു കർത്താവേ. ഇനി എന്റെ ജീവിതം നിനക്ക് വേണ്ടി മാത്രമാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു കർത്താവേ. എന്നിലുള്ള പാപത്തിന്റെ അവസ്ഥകളെ മുഴുവനും എടുത്തു മാറ്റി നിന്റെ സ്നേഹം കൊണ്ടും സമാധാനം കൊണ്ടും സന്തോഷം കൊണ്ടും കൃപ കൊണ്ടും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പരിശുദ്ധാത്മാവിനെ സമൃദ്ധമായിട്ട് എന്റെ ഹൃദയത്തിലേക്ക് അവിടുന്ന് വർഷിക്കണമേ. കരകവിയുന്ന കാരുണ്യത്താൽ അവിടെ തന്നെ ചേർത്ത് നിർത്തണമേ കർത്താവേ. എല്ലാവിധ തിന്മകളും അകറ്റി അങ്ങയെ സ്തുതിച്ചുകൊണ്ടും നന്ദി പറഞ്ഞുകൊണ്ടും ജീവിക്കാൻ കൃപ നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അവിടുന്ന് ആശീർവദിക്കണമേ. കുടുംബത്തിൽ സ്നേഹത്തിന്റെ ബന്ധം വളർത്തിയെടുക്കണമേ. അറ്റുപോയ ബന്ധങ്ങളെല്ലാം അവിടുന്ന് കൂട്ടിപ്പിടിപ്പിക്കണമേ. ആഗ്രഹങ്ങളും നിയോഗങ്ങൾക്കും അവിടുന്ന് ഉത്തരം നൽകണമേ കർത്താവേ. ആത്മീയമായി ഞങ്ങളെ വളർത്തണമേ കർത്താവേ. വചനത്തിന്റെ വെളിച്ചം ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ. നിന്റെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ ഈശോയെ. വിശുദ്ധ കുർബാനയോടുള്ള വലിയ സ്നേഹം നൽകണമേ. വിശുദ്ധ കുർബാനയെ സജീവമായി പങ്കെടുക്കുവാനുള്ള കൃപ നൽകണമേ കർത്താവേ. അവിടുത്തെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. അവിടുന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നു, ആശീർവദിക്കുന്നു. ശാലോമിന്റെ ശുശ്രൂഷകളെല്ലാം നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി കർത്താവിന്റെ ആശീർവാദത്തിന് വേണ്ടി കാത്തു നിൽക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. നമുക്ക് സ്തുതിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ സമർപ്പിക്കാം. കടാക്ഷം തൂകണമേ വത്സരസുതരീ, നിർമ്മലനായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന 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 തിരുവോസ്തിയിൽ ഈശോ എഴുന്നള്ളുന്നു, സൗഖ്യദായകനായി ഈശോ എഴുന്നള്ളുന്നു. ആത്മസൗഖ്യം നൽകി നാഥൻ